ഗ്രേറ്റ്ഫുൾ ടു ദ ലോഡ് ഫോർ ഓൾ ഓഫ് യു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. നമ്മൾ വളരെ ചെറിയ ഒരു കൂട്ടമാണ്, എങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടെ വചനം പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അത് ഓർത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വചന പഠനം അത് നമ്മുടെ ജീവിതത്തിന് വലിയ വിടുതലായി തീരട്ടെ. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം, പ്രാക്ടിക്കലായിട്ടുള്ള ക്രിസ്തീയ ജീവിതം. നമ്മൾ വചനം കേൾക്കുന്നവരാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, ദൈവസഭയിൽ പോകുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം, ഇതിനകത്തെ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ഉപദേശം, ദൈവവചനത്തിനകത്തെ സത്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രായോഗിക വശത്ത് പലപ്പോഴും നമ്മളത് കാണുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ഈ സമയക്കാലവും നമ്മൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ പഠിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. യാക്കോബ് അപ്പോസ്തലൻ തുടക്കത്തിൽ തന്നെ ഈ ജനത്തോട് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പം നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളൊരു വാർത്തയോടുകൂടി അല്ലെങ്കിൽ ഒരു സന്ദേശത്തോടു കൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഈ ആളുകൾ വളരെ പ്രതിസന്ധിയിലൂടെ പോകുന്നവരാണ്, വളരെ പ്രയാസത്തിലൂടെ പോകുന്ന ആളുകളാണ്. അവർ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങൾ അവർക്കുണ്ട്. അവർ പീഡയുടെ അനുഭവത്തിലാണ് പോകുന്നത്. അവർ യേശുവിൽ വിശ്വസിക്കുന്ന മൂലം അവർ പലയിടത്തോട്ടും ചിതറിക്കപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ അവർക്കുണ്ടായി. അപ്പം ഇതിൻ്റെയൊക്കെ നടുവിലാണ് ഈ ദൈവദാസൻ അവരോട് പറയുക, നിങ്ങൾ സന്തോഷിക്കണം. കാരണം എന്തെന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അവരെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വരും. അത് എത്ര വിശുദ്ധനായാലും എത്ര ആത്മീയ ജീവിതത്തിൽ അവർ വളരെ മെച്യൂർ ലെവലിലേക്ക് എത്തിയവരാണെങ്കിലും ഏത് രീതിയിലുള്ളവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷകളും ഒക്കെ കടന്നു വരും. അപ്പം ഇതിൻ്റെ നടുവിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകളെ കുറിച്ച് അവിടെ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നമ്മൾ സന്തോഷിക്കണം. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മളിലുള്ള വിശ്വാസം അത് നമ്മളിലേക്ക് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മളെല്ലാത്തിനും തികഞ്ഞവരായി തീരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ പോകുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അത് ദൈവത്തോട് ജ്ഞാനം ചോദിക്കുവാൻ തക്കണം അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളത് പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. നമുക്ക് ദൈവം ധാരാളമായി നൽകുന്ന ദൈവമാണ്, ഭത്സിക്കാതെ നൽകുന്ന ദൈവമാണ്, ഔദാര്യമായി നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധി നമ്മൾ ഒന്നും സംശയിക്കാതെ നമ്മൾ ചോദിക്കണം. അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വചനം പറയുന്നത് നമ്മൾ കടൽ തിരയ്ക്ക് തുല്യനാണ് എന്ന് പറഞ്ഞാൽ ആടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പം കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുന്നില്ലെന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പം മനസ്സുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി കടന്നു വരുന്നവരുടെ അയ്യോ എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടത്തില്ലയോ എന്നുള്ള ഭയത്തിലാണ് ഒരാൾ കടന്നു വരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു, എല്ലാ വഴികളിലും. അപ്പം ജീവിതത്തിൻ്റെ ഏത് രീതിയിലുള്ള അവസ്ഥയാണെങ്കിലും അതിലെല്ലാം അവൻ അസ്ഥിരനായിത്തീരുന്നു, അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ആളായിത്തീരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും ഭാഗം പഠിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ 9 മുതലുള്ള വാക്യങ്ങളാണ് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിനോട് ബന്ധമില്ലാത്ത ഒരു മെസ്സേജ് പോലെ തോന്നുന്നെങ്കിലും ഇത് ബന്ധമുള്ള മെസ്സേജാണ്. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ പറയാൽ, എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. എന്തിനാ ഇവരെ 2 കൂട്ടരുടെ കാര്യം ഇവിടെ പറയുന്നതിൻ്റെ കാരണം എല്ലാ ആളുകളും ഒരേപടി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമുള്ളതല്ല. അത്
സാമ്പത്തികമായി ഉന്നത രീതിയിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിലും അത് അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ജീവിതത്തിലും അതേ അനുഭവം ഉണ്ടാകാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എളിയ സഹോദരനാണെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം? തൻ്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ, ദൈവം എന്നെ കണ്ടതാ, എൻ്റെ താഴ്ചയുടെ അവസ്ഥയിൽ കർത്താവ് എന്നെ കണ്ടു, എന്നെ വിളിച്ചു, എന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റി. എനിക്ക് വലിയൊരു അവകാശമുണ്ട്, എന്നെ ഉന്നത സ്ഥാനങ്ങളിൽ അവൻ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വരണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെന്നിരുന്നോട്ടെ, അയ്യോ ഇത് എനിക്ക് മാത്രമാണ് ഈ കഷ്ടം, എനിക്കെന്നും ഗതികേടാ, എൻ്റെ ജീവിതത്തിൽ എന്നും പ്രശ്നമാണ്, ഞാനൊരു പാവപ്പെട്ടവനായിപ്പോയി, എൻ്റെ വിധി ഇങ്ങനെ, ഞാൻ വിചാരിച്ചു ദൈവസന്നിധിയിൽ ഇങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് വന്നപ്പം എൻ്റെ അവസ്ഥയ്ക്കൊക്കെ ഒരു വ്യത്യാസം വരുമെന്ന് വിചാരിച്ചു, അയ്യോ അത് കാണുന്നില്ലല്ലോ എന്നോർത്ത് അവൻ ഭാരപ്പെട്ട് പിന്നെയും അവൻ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുവാൻ കാരണമായി തീരും. എന്നാൽ മറിച്ച് അവൻ ചിന്തിക്കുകയാണെന്നിരുന്നോട്ടെ, അയ്യോ കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത്, ഈ പ്രതിസന്ധിയിലൂടെയും കർത്താവിന് വേണ്ടി നിൽക്കാനാണല്ലോ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ വിളിച്ച വിളി അത് വലിയ വിളിയാണല്ലോ, എന്നെ നിത്യതയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണല്ലോ, എന്നെക്കാട്ടിൽ യോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം ഒന്നുമില്ലാത്ത എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള ചിന്ത വരുമ്പം നമുക്കൊരാശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുന്ന എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം. പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോൾ അവന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാ. ഇനി ധനവാനാണെങ്കിലോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിൽ പ്രശംസിക്കട്ടെ. അവൻ ചിന്തിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, ഞാൻ എത്ര ഉറച്ചു നിന്നാലും ഞാൻ ഒന്നുമില്ല, എനിക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ചില സമയത്ത് എനിക്ക് സമ്പത്ത് ഉപകാരപ്പെടത്തില്ല. ഇത് മനസ്സിലാക്കി അവൻ തന്നെ താഴ്ത്തുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഓരോ നിലവാരത്തിലുള്ള ആളുകളും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുക. ഹല്ലേലൂയ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും വ്യത്യാസമില്ലാതെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിൻ്റെ നടുവിൽ നമ്മൾ സന്തോഷിക്കണം. ദൈവമക്കളാണെങ്കിൽ അവർ സന്തോഷിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ആ പരിശോധന അവൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ഓരോ സ്റ്റെപ്പിലും നമ്മളതിനെ അതിജീവിച്ച് കഴിയുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് പിന്നെയും കോൺഫിഡൻസ് ഉണ്ടാകുന്നു. പിന്നെയും നമ്മൾ അടുത്ത പ്രശ്നത്തിനകത്തൂടെ പോകുമ്പം വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നു. അപ്പം ഇത് നമ്മളിൽ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നമ്മൾ സന്തോഷിക്കണം. അത് മാത്രമല്ല, നമ്മളെല്ലാത്തിനും തികഞ്ഞവരായി തീരുവാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ കൊണ്ടുവരുന്നതാണ്. ഇത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം ഞാൻ ഏബിൾ ആകും എന്നോർത്ത് നമ്മൾ സന്തോഷിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലാണ് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടത്. മറ്റെങ്ങും ഓടിപ്പോകാതെ ആലോചന ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. കർത്താവേ, ഇതിൻ്റെ നടുവിൽ എങ്ങനെയാണ് ഞാൻ നിൽക്കേണ്ടത്? നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ നടുവിലൂടെ പോകുന്നവരായിരിക്കാം. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്നവരായിരിക്കാം. അതിന് നടുവിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കേ, ദൈവത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ, കർത്താവേ, എനിക്കിതിൻ്റെ നടുവിൽ പോകുവാനുള്ള ആ ഒരു കരുത്ത് നൽകണം. ഞാൻ ഓർക്കുന്നു, കുറേ നാളുകൾക്ക് മുന്നമേ ഞാനൊരു വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയായിരുന്നു. അത് വളരെ വ്യസനകരമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കാമായിരുന്നു, കുടുംബമായി ഞങ്ങളെ എത്തിക്കാമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ നടുവിൽ നിൽക്കേണ്ടത്? അപ്പം ഒരാലോചന ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്നു. ആ ആലോചന ഇതായിരുന്നു, നീ മിണ്ടരുത്. ഹല്ലേലൂയ. നമ്മൾ വാക്യമുണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഒരു പരാതി നീ പറയാൻ പോകരുത്, ഒരു സങ്കടവും നീ പറയാൻ പോകരുത്, നീ അനങ്ങാതെ ഇരിക്കണം എന്നുള്ളൊരു ആലോചന, ഒരു വിസ്ഡം ദൈവം എനിക്ക് തന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുവാൻ. ഇത് ഒരു 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 പ്രത്യേകതരമായ വിഷയമാണ്. ഇത് സഭയുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ സഭ മൂലമുണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. പേഴ്സണലി അല്ലെങ്കിൽ ഞങ്ങൾ ഇൻഡിവിജ്വൽസായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഞാൻ അനങ്ങാതെ ഇരുന്നു. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്നെൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടുമാറി.
ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഒരു കാരണവശാലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഇതിൻ്റെ നടുവിൽ പറയരുത്. വി ഡോണ്ട് നോ ബിക്കോസ് ഗാഡ് ഇസ് ഇൻ കൺട്രോൾ. ദൈവമാണ് ഈ കാര്യത്തിൽ വിടുതൽ നൽകുന്നത് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. എന്നാൽ അതിൻ്റെ ഒടുവിൽ ഞങ്ങൾക്ക് വലിയ ഹല്ലേലൂയ ആശ്വാസത്തിൻ്റെ വക ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ അനുഭവിക്കുവാനിടയായി. എന്തായിരുന്നു കാരണം? ദൈവം ആ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു, ഈ സമയത്ത് ഇങ്ങനെ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യുവാൻ. അപ്പം ദൈവം നമുക്ക് ആലോചന തരും. ദൈവത്തോട് ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാനുള്ള പോകുവാനുള്ള ശക്തിയും മുന്നോട്ട് നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ദൈവം നമുക്ക് തരും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അവസ്ഥ എന്താണോ, നിങ്ങൾ എളിയവരാണെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് വച്ചിരിക്കുന്ന ആ വലിയ പദവിയെ ഓർത്ത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ വലിയ പ്രതിഫലത്തെ ഓർത്ത് നിങ്ങൾ ദൈവസന്നിധി സന്തോഷിക്കണം. ഹല്ലേലൂയ. അതല്ല നിങ്ങൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ അയ്യോ എനിക്ക് നഷ്ടമായി പോയല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്നതിന് പകരം നിങ്ങളുടെ എളിമ അവിടെ കാണുവാൻ തക്കോണം ഇടയാകട്ടെ. എനിക്കിതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്നല്ലോ. ചില നഷ്ടങ്ങളൊക്കെ വരുന്ന ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഉടനെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉടനെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വരുമ്പം അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ബലം നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പം സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവ് ഉതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു, അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും ഒരൊറ്റ സെക്കൻഡ് മതി നമ്മുടെ ജീവിതത്തിലെല്ലാം താറുമാറാകുവാൻ. ഞാൻ എളിയവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരണം. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എളിയവനെയാണ് ദൈവം ആദരിക്കുന്നത്. എളിമ കാട്ടുന്ന ഒരുവനെയാണ് ദൈവം ആദരിക്കുന്നത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. ഞാൻ എന്തോ ആണ്, അല്ലെങ്കിൽ എനിക്കെന്തൊക്കെയോ സാധിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. പ്രത്യേകാൽ നമ്മൾ പ്രശ്നത്തിൻ്റെ നടുവിൽ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ എത്ര എളിയവനാണ് എന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അപ്പം ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന ഉടനെ നമുക്ക് ഇതിൻ്റെ 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടുക. അത് മാത്രമല്ല, 12ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, പരീക്ഷ സഹിക്കുന്ന, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവൻ കൊള്ളാവുന്നവനായി തെളിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് പ്രയോജനമുള്ളവനായി തീരുന്നു. പ്രതിസന്ധികളാ നമ്മളെ ഓരോരുത്തരെയും പ്രയോജനമുള്ളവരാക്കി മാറ്റുന്നത്. അപ്പോൾ പ്രതിസന്ധിയെ നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. അതിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഭാരം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ സാക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്ന കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അവരനേക തവണ പരാജയത്തിലൂടെ പോകുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്നാൽ ആ പരാജയത്തിൻ്റെ നടുവിൽ അവരാരെയും പഴിചാരാതെ അവർ പിന്നെയും അനേക ചെറിയ രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുവാൻ തക്കോണം ഇടയായി. അതിലൊക്കെ അവർ പരാജയപ്പെട്ടു. നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അവർ നല്ല രീതിയിൽ കേരളത്തിൽ എത്തേണ്ട ഒരാളാണ്. എന്നാൽ അവരത് നോക്കാതെ വണ്ണം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ നിലവാരമൊന്നും ചിന്തിക്കാതെ അവർക്കറിയാവുന്ന ചെറിയ കാര്യം, പച്ച മലയാളത്തിൽ പറയാമെങ്കിൽ അവർക്കറിയാവുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർ പല സ്ഥലങ്ങളിൽ കൊണ്ടുനടന്ന് വിൽക്കാൻ തുടങ്ങി. അതിൻ്റെ എൻഡിൽ അവർ അറിയപ്പെട്ട ഒരു ഓൺട്രപ്രണറായി മാറുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്താ അവരെ അതിലൂടെ കൊണ്ടുപോയത്? എന്താണ് ആ പ്രതിസന്ധിയുടെ നടുവിൽ മറ്റുള്ളവർ തോറ്റ് പരാജയപ്പെട്ട് മാറിപ്പോകുന്ന പോലെ പോകാതിരുന്നതിൻ്റെ കാരണം? അവരുടെ ഉള്ളിൽ അവർക്കൊരു തോന്നലുണ്ടായി, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ എനിക്ക് തരികയാണ്. ഈ അനുഭവം എനിക്ക് എപ്പോഴും സമ്പത്താണ്.
ഈ സമ്പത്ത് എന്നെ എപ്പോഴെങ്കിലും ജയത്തിലേക്ക് കൊണ്ട് എത്തിക്കും എന്ന് ഈ സഹോദരിക്ക് തോന്നി. അതാ എൻ്റെ കാരണം. അപ്പം നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, നമ്മളൊരു ഭാഗ്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലസ്സഡ് അവസ്ഥയിലാണ് പോകുന്നത്. കാരണം നമ്മൾ കൊള്ളാവുന്നവരായി അത് തെളിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും, പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ഭൂമിയിലുള്ള ഏത് വലിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളെ നോക്കിയാലും അവരുടെ എല്ലാം പിറകിൽ ഒരു വേദനയുടെ കഥ അവർക്ക് പറയാൻ കാണും. ലോക മനുഷ്യർക്കത് സത്യമാണെങ്കിൽ എത്രമാത്രം ദൈവമക്കൾക്ക് അത് സത്യമായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവം അവരെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം, പ്രയോജനമുള്ള ആളുകളാക്കി മാറ്റുവാൻ തക്കവണ്ണം അവരിൽ രൂപഭംഗി വരുത്തുന്ന ഒരു കാര്യമാണ് പരീക്ഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വീണു. അഭിഷേക തൈലം വീണ ദാവീദ് അന്നു മുതൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്, അന്ന് മുതൽ പ്രശ്നത്തിലൂടെ കടന്നുപോയത്. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി ഒത്തിരി എതിരുകളും ഒത്തിരി ഒത്തിരി ശത്രുക്കളും ഒത്തിരി ഒത്തിരി നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും തള്ളിക്കളയലുകളും ഒക്കെ തൻ്റെ ജീവിതത്തിലുണ്ടായി. നമ്മൾ ചിന്തിക്കും ദൈവം അറിയാതെയാണോ ഇതൊക്കെ സംഭവിച്ചത്? അല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. തന്നെ ഏത് രീതിയിൽ പ്രയോജനമുള്ളവനാക്കി ഉപയോഗിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചോ ആ അളവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ആ മനുഷ്യനെ പ്രതിസന്ധിയിലൂടെ കൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ഭയങ്കരമായിട്ട് അങ്ങ് നെഗറ്റീവ് അടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ വിഷണ്ണരായി എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു പോകും. അല്ലെങ്കിൽ ചിലർ എന്തോ വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള ആശ്ചര്യത്തോടുകൂടെ അവർക്ക് എന്നാ ചെയ്യേണ്ടെന്ന് അറിയാത്ത രീതിയിലേക്ക് അവരെത്തിച്ചേരുന്നു. ചിലർ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ചിലർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നു, ചിലർ പരാതി പറയുന്നവരായിത്തീരുന്നു, അവർ പിന്നെയും പിന്നെയും കുഴപ്പത്തിലേക്ക് പോകുന്നു. എന്നാൽ അങ്ങനെയല്ല ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുവൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വന്നു കഴിയുമ്പം അവൻ്റെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകുവാനിടയായും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മുടെ വിഷയങ്ങളോടുള്ള നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരുത്തും, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാക്കും. ഒരു കഷ്ടത എങ്ങനെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ളത് അവന് നിശ്ചയമായിട്ടും അറിയുവാൻ സാധിക്കും. കാര്യം ദൈവത്തിൻ്റെ ഹിതമാത്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പേഴ്സണൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലൈഫിലായിരിക്കാം നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കുടുംബമായിട്ട് നിങ്ങൾ പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഭയായിട്ട് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണാം. ഇതിൻ്റെയൊക്കെ നടുവിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അതിനെ ആ മനോഭാവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി മറ്റൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരും. ഇത് പറയുമ്പം അതിൻ്റെ മറ്റൊരു സൈഡും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം വരാം. പിശാച് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരത്തില്ലേ? കൊണ്ടുവരാം. പിശാച് നിശ്ചയമായിട്ടും ചില കാര്യങ്ങൾ കൊണ്ടുവരാം. എന്നാൽ ദോഷത്തിനായി പിശാച് ചിന്തിക്കുന്ന കാര്യങ്ങളെ നന്മയ്ക്കായി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. ഒരു ദൈവവൈതലിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രോപ്പർ ആണെങ്കിൽ ദോഷത്തിൽ കൂടെ വരുന്ന കാര്യങ്ങൾ മുഴുവൻ അത് നന്മയ്ക്കായി വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്ക് ജോസഫിൻ്റെ കഥ അറിയാം. ജോസഫ് പറയുക, നിങ്ങൾ എനിക്ക് ദോഷത്തിനായിട്ടാണ് ഇത് ചെയ്തത്, പക്ഷേ ദൈവം അതെല്ലാം നന്മയ്ക്കായി കണ്ടു. അപ്പം ദൈവത്തിന് കാര്യങ്ങളെ തിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മളെ ആകേണ്ടത് വണ്ണം ആക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കോറി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇംപ്രസ് ചെയ്യണം. അടുത്ത പ്രാവശ്യം ഒരു പ്രശ്നം വരുമ്പം ഒരിക്കലും അയ്യോ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, എനിക്ക് കഷ്ടപ്പാടാണല്ലോ, എനിക്ക് പ്രയാസമാണല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, മറ്റാർക്കും ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരരുത്. ഹല്ലേലൂയ.
ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ആ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും അന്നേരം കമ്പയർ ചെയ്യാൻ പോകരുത്. പ്രതിസന്ധിയുടെ നടുവിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത്. കാരണം ഇത് ഞാൻ കൊള്ളാവുന്നവനായി തെളിയേണ്ടതിന് വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ അത് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ നല്ല ഭംഗിയായി ഗ്രഹിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു ദൈവവൈതൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം അവന് അതിനോട് പ്രതികരിക്കേണ്ടത്? ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ഒരിക്കലും മാറിപ്പോകുവാൻ തൊക്കെ ഇടയാകരുത്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നിശ്ചയമായിട്ടും ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് എൻഡിൽ വരുമ്പം നമ്മൾ കൊള്ളാവുന്നവരായി തെളിയുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മൾ പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മളെല്ലാത്തിലും തികഞ്ഞവരായി തീരുവാൻ തക്കോണം ദൈവം ഈ കാര്യത്തെ ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കണം? നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അറിവ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തോട് ജ്ഞാനം ചോദിക്കുന്നവരായിരിക്കണം. നമ്മൾ ചാഞ്ചാടുന്ന ഹൃദയമുള്ളവരായി തീരരുത്. കാരണം ദൈവത്തിൽ നിന്ന് അന്നേരം ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടവും ഞാൻ പ്രാപിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അവസാനത്തെ ഭാഗം, ആ 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, പരീക്ഷ സഹിക്കുന്ന ആൾ ഭാഗ്യവാനാ, കാരണം അവൻ കൊള്ളാവുന്നവനായി തെളിയും. അത് മാത്രമല്ല, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നമ്മൾ ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിച്ചെന്നിരുന്നോട്ടെ, എങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ കാണുന്നത്? പെന്തിക്കോസ്തുകാരാണോ കാണുന്നത്? അതോ മർത്തമക്കാരാണോ കാണുന്നത്? അതോ യാക്കോബക്കാരാണോ കാണുന്നത്? അതോ കത്തോലിക്കരാണോ കാണുന്നത്? എങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിൽ കാണുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ പൊതുവായിട്ടൊരു ഉത്തരം പറയും, രക്ഷിക്കപ്പെട്ട ആളുകളാണ് കാണാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകളാണ് സ്വർഗത്തിൽ കാണാൻ പോകുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനും ഉപരിയായി വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ എൻ്റെ കൂടെ ഇരുത്തും, ജയിക്കുന്നവന് ഞാൻ വിലയേറിയ രത്നം നൽകും, ജയിക്കുന്നവന് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാണ് സ്വർഗത്തിൽ കാണുന്നത്? ജയിക്കുന്ന ആളുകളാണ്. ചലഞ്ചസിനെ അതിജീവിക്കുന്ന ആളുകൾ. വിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യമാണെങ്കിലും അതിനെ അതിജീവിക്കുന്ന ആളുകൾ, ജയിക്കുന്ന ആളുകൾ. നമ്മളന്നേരം എന്നും കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ എങ്ങനെ അറിയുന്നത്? പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. ഇവിടെ കേട്ടതുപോലെ ദൈവമായിട്ടുള്ള ആ ബന്ധം വരുന്ന അന്നേരമാണ്, ആ ഡിപ്പെൻഡൻസ് അന്നേരമാണ് ഉണ്ടാകുന്നത്. നമ്മളങ്ങനെ ഓരോ സ്റ്റെപ്പും ജയിക്കുവാൻ തക്കണം ഇടയായിത്തീരണം. എൻ്റെ ചർച്ചിൽ ഒരു മെമ്പറുണ്ട്. ആ പ്രിയ സഹോദരി വിവിധ വിഷയങ്ങളുടെ നടുവിലൂടെ ഇടയ്ക്ക് കടന്നുപോയി. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു പ്രിയ സഹോദരിയാണ്. എല്ലാ കാര്യത്തിനും വളരെ സന്തോഷമുള്ള ഒരാളാണ്. കുറേ നാളുകൾക്ക് മുന്നമേ ഒരു രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഉടൻ വരെ വന്നേ ഒക്കത്തുള്ളൂ. ഞാനവിടെ ചെന്നപ്പോൾ തൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൻ്റെ നടുവിൽ ഭയങ്കരമായി ഭയപ്പെട്ടിരിക്കുന്ന ഒരാൾ. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഈ പറഞ്ഞ സഹോദരി അത്രയും ഭയപ്പെടുന്ന ഒരാളാണെന്ന്. കാര്യം എപ്പോഴും ചിരിക്കുകയും സന്തോഷിക്കുകയും എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ പ്രിയ സഹോദരി അന്ന് രാത്രി ഭയത്തിൻ്റെ അവസ്ഥയിലാണ്. എന്നോട് പറഞ്ഞു, കുറച്ച് നാളുകളായി ഞാനിങ്ങനെ ആളുകളുടെയൊക്കെ മുന്നിൽ വന്നു നിൽക്കുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയമാണ്. ആ ഭയം കാരണം എനിക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഭയം കാരണം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഭയം കാരണം എൻ്റെ മറ്റ് വിഷയങ്ങളിലൊന്നും എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. ആളുകളോട് യഥാർത്ഥത്തിൽ വർത്തമാനം പറയുവാൻ പറ്റുന്നില്ല. താനോ ഡോക്ടറാണ്. ഈ കാര്യമെല്ലാം എന്നോട് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉത്തേജിപ്പിച്ച് ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് പിശാചിൻ്റെ ഈ തന്ത്രത്തോട് എതിർത്ത് നിൽക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തി അന്ന്
വളരെ ശാന്തമായി താൻ ഉറങ്ങുവാൻ അനേക ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ശാന്തമായി ഉറങ്ങുവാൻ തക്കോണം ദൈവം ഇടയാക്കി. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ വലിയ വിടുതൽ കൊടുത്തു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം എന്നെ വിളിക്കും. അടുത്ത ചലഞ്ച് പാസ്റ്റർ വന്നിട്ടുണ്ട്, ഐ എം റെഡി ടു മൂവ് ഓൺ. എനിക്ക് സന്തോഷമാണ്. പണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പം എനിക്കറിയാം ഇതിനെ ഞാൻ അതിജീവിക്കും. ഓരോ വിഷയം കഴിയുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ അതിനെ ജയിച്ചു. ഞാൻ പറഞ്ഞത് ഒരിക്കലും മാറുമെന്ന് വിചാരിക്കണ്ട. ബിക്കോസ് ദൈവം അത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. God wants to strengthen you. God wants you to do something really helpful to many other people that God wants her to do. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പക്ഷേ ആ നിലവാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചില പ്രതിസന്ധികളിനകത്തൂടെ കടന്നുപോയേ ഒക്കത്തുള്ളൂ. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് വരും. ചില സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഭാരമായിട്ട് വരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുന്ന ഒരു കാര്യമായത്. ഐ എം ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മൈ ഫെയ്ത്ത്. മൈ ഫെയ്ത്ത് ഇസ് ഗോയിങ് ടു ഇൻക്രീസ്. ഇതുമൂലം എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. ഞാൻ എല്ലാത്തിനും തികഞ്ഞവനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി, പ്രയോജനമുള്ളവനായി തീരാൻ പോവുകയാണ്. ഇത് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കണം. മറന്നു പോകരുത്, ദൈവത്തോട് ആലോചന ചോദിക്കും. ഞാൻ റിപ്പീറ്റഡ്ലി ഇത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കണം. പലപ്പോഴും പലരും ആ ഒരവസ്ഥയല്ല കാണുന്നത്. എനിക്ക് അനേക ആളുകളുമായിട്ട് അടുപ്പമുണ്ടായതുകൊണ്ടും പലരെയും ഞാൻ ദിവസം പ്രതി കാണുന്ന ഒരാളായതുകൊണ്ടും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പലരും അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ അവർ തളർന്നു പോകുന്ന ആളുകളായിട്ടാണ് തീരുന്നത്. അവർ ജയിക്കുന്നില്ല, അവർക്ക് അവരുടെ ജീവിതത്തിൽ ജയം നേടാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ. കാരണം വിശ്വാസത്തിൽ അവർ വളരെ 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 ലോ ആയിട്ടുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ അവസ്ഥയിൽ അവരായിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ഏതിനെയും തരണം ചെയ്യുവാൻ, നമ്മൾ ഇനിയും താഴോട്ട് പല കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, അത് ഏതിനെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ശക്തരാക്കുന്നതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ശിഷ്യന്മാരെ ഒന്ന് നോക്കിയേ. അവർ വിവിധ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയൊക്കെ പോയി ആദ്യമൊക്കെ അവർ പതറിപ്പോകുന്നവരായിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ ആ വിഷയങ്ങളുടെ ഒക്കെ നടുവിൽ അവർ നിൽക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തോട് പറയേണ്ട കാര്യം, കർത്താവേ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ ജയിക്കുന്ന ഒരാളാക്കി മാറ്റണമേ. ഞാൻ തോറ്റുപോകുവാൻ ഒരിക്കലും ഇടയാകരുത്. അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് എപ്പോഴും ആ ഒരു ജയത്തിൻ്റെ അനുഭവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളിലും താൻ ജയത്തിൻ്റെ അനുഭവം ഉള്ള ആളായിരുന്നു. ജയിക്കാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് നടന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും അപ്രകാരം തന്നെ ഉണ്ടാകണം. ഞാൻ ഫ്യൂ മോർ മിനിറ്റ്സ് ചില കാര്യങ്ങളൂടെ പറയുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. അപ്പം ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ അടുത്ത വാക്യം മുതൽ കാണുന്നത് ഈ വരുന്ന പ്രതിസന്ധിയെക്കുറിച്ചല്ല, മറിച്ച് വേറൊരു അപകടകരമായിട്ടൊരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ഇവിടെ പരീക്ഷ, രണ്ട് മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് 13-ാം വാക്യത്തിനകത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ, 12-ാമത്തെ വാക്യത്തിനകത്ത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞേച്ച് 13-ാമത്തെ വാക്യത്തിനകത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു. ഈ രണ്ട് പരീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ടെംപ്റ്റേഷനെ കുറിച്ചാണ്. ഇതും അപകടകരമായിട്ടൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ടെംപ്റ്റേഷൻസ് ഉണ്ടാകാം. അത് പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴും ഉണ്ടാകാം, അത് അല്ലാത്ത അനുഭവങ്ങളുണ്ടാകാം, ശാന്തമായി നമ്മുടെ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് പോകുമ്പോഴും നമുക്ക് പരീക്ഷ ഉണ്ടാകാം, പ്രതിസന്ധികളുടെ നടുവിൽ നമുക്കുണ്ടാകാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതിസന്ധിയുടെ നടുവിൽ ഏതെങ്കിലും പാപത്തിൽ ഏർപ്പെടുന്ന ഒരു പരീക്ഷ നമുക്കുണ്ടായിക്കൂടാന്നില്ല. എന്തെങ്കിലും നശീകരണമായിട്ടുള്ള സ്വഭാവങ്ങൾ,
അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വല്ലാതെ റിയാക്ട് ചെയ്ത് പാപത്തിൻ്റെ പടികുഴിയിലേക്ക് പോകാവുന്ന അവസ്ഥ. അപ്പം ഇവിടെ ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ മറുഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കുന്നു എന്ന് ആരും പറയരുത്. ഇനി ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുടെ നടുവിലൂടെ പോകുമ്പം നമ്മൾ ടെംപ്റ്റഡായി എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ദോഷത്തിൻ്റെ വഴി പോവുകയാണെങ്കിൽ ദൈവമായത് കൊണ്ടുവന്നത് എന്ന് പറയരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമാകുന്നു. അവൻ അങ്ങനെ ആരെയും പരീക്ഷിക്കുന്നില്ല. ഗാഡ് നെവർ ഡസ് സംതിങ് ടു മേക്ക് us fall. നമ്മളെ വീഴാൻ വേണ്ടി ദൈവം ഒന്നും ചെയ്യത്തില്ല. നമ്മൾ വീണു പോകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം അലൗ ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ എല്ലാത്തിലും തികവുള്ളവരായി കൊള്ളാവുന്നവരായി തീരേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ ജീവൻ്റെ കിരീടം അവസാനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടും. പക്ഷേ നമ്മളെ ദോഷത്തിൽ പെടുത്തി ഇല്ലാതാക്കി കളയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ദൈവം ചെയ്യത്തില്ല. പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ തള്ളി വിടുന്ന കാര്യങ്ങളൊന്നും ദൈവം ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ വിചാരിക്കും ദൈവം ഇത് ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദോഷം ചെയ്തു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അങ്ങനെ ദോഷം തന്ന് പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് ഒരാൾ പരീക്ഷിക്കപ്പെടുന്നത്? ടെംപ്റ്റേഷനിൽ എങ്ങനെയാണ് പെടുന്നത്? 14ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസയറാണ്. സ്വന്തം മോഹം, ഡിസയർ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആവർത്തിച്ച് നമ്മൾ കൊണ്ടുവരും. നമ്മൾ ഏതെങ്കിലുമൊക്കെ ടെംപ്റ്റേഷനകത്ത് പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നമേ പലവട്ടം ആ കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. അതിന് മുന്നമേ പലവട്ടം നമ്മുടെ ബ്രെയിനിലൂടെ ആ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടാകും. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഒരാളോട് ഒരു പ്രതിസന്ധിയുടെ നടുവിലാണെന്ന് ഇരുന്നോട്ടെ, എനിക്ക് അവനോട് 2 വാക്ക് പറഞ്ഞേ ഒക്കത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നിരുന്നോട്ടെ, നമ്മൾ ആ പറയുന്നതിന് മുന്നമേ അനേക തവണ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഡിസയർ കൊണ്ടുവരും. പറഞ്ഞേ ഞാൻ അടങ്ങത്തുള്ളൂ, പറഞ്ഞേ ഞാൻ അടങ്ങത്തുള്ളൂ, പറഞ്ഞേ ഞാൻ അടങ്ങത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കയറി നമ്മൾ പറയും. ഇനി മറ്റെന്തെങ്കിലും ഒരു കാര്യമാണെന്നിരുന്നോട്ടെ, തെറ്റായ ഒരു വഴിക്ക് പോകുന്ന ഒരു കാര്യമാണെന്നിരുന്നോട്ടെ, അതുപോലും അനേക സന്ദർഭങ്ങളിൽ അവർ ചിന്തിച്ച് അവരുടെ മനസ്സിനകത്ത് കൊണ്ടുവരുന്ന. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അടുത്ത പറഞ്ഞേക്കുന്ന മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. അപ്പം ഡിസയറിനകത്തുനിന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. രണ്ടാമത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാവുന്ന, അവനെ തോൽപ്പിച്ച് കളയാവുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ പരീക്ഷകളാണ്, ടെംപ്റ്റേഷൻസാണ്. അതെന്തും ആയിക്കൊള്ളട്ടെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, എനിക്ക് ഇന്ന കാര്യം വേണം എന്നുള്ള ആ ഒരു ഡിസയർ. അപ്പം നമുക്കൊന്നും ഡിസയർ ചെയ്യാൻ പാടില്ലയോ? നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ഡിസയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മളെ തന്നെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ കുഴപ്പമില്ല. പക്ഷേ ആഗ്രഹങ്ങളെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അത് നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ പാകത്തിലെത്തും. ആദ്യം നമ്മൾ തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മൾ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകും. അതിനെ നമ്മൾ അതിജീവിക്കണം. എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ വരാകുന്ന ഒരു കാര്യമാണ് ഇതുവഴിയുള്ള ടെംപ്റ്റേഷൻസ്. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പണപരമായിട്ടുള്ളതായിക്കൊള്ളട്ടെ, ചില കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് പോകും, പാപത്തിൻ്റെ വഴികളിലേക്ക് പോകും. ചില ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും അവർ സ്വീകരിക്കും. അവർ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴും. അതിൻ്റെ എൻ്റെ ഇവിടെ പറയുന്നത് പാപം മുഴുത്തിട്ട് അത് മരണത്തെ പിറന്നു. അപ്പം നമ്മുടെ ഓരോ ഡിസയറും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യം. We need to check every desire that we got.
എല്ലാ ഡിസയറും നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പം ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇതെന്നെ എന്തിലേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായത്, നമ്മൾ വീണു പോകുവാൻ ഒരിക്കലും ഇടവരരുത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ജയിക്കുന്നവരായിരിക്കണമെന്നാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പം പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ബലം നമുക്ക് നൽകും. പരീക്ഷകളെ നമുക്ക് അഭിമുഖീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ബലം അതിൽ നിന്നുണ്ടാകും. ഞാൻ ആരാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് വരണം. അപ്പം ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്, ദാറ്റ് ടെംപ്ടേഷൻ കംസ് because we have desire, and these desires attracts us to do something that is not appropriate, and we move into sin, and at the end it is death. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പെതുക്കെ മാറിപ്പോകുവാൻ തക്കോണം ഇടയാകുന്ന ഒരു കാര്യമായി ഇത് വരുന്നു. ഇന്നെന്നെ കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ ടെംപ്റ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ, ചെക്ക് യുവർ ഡിസയർ. വാട്ട് ഈസ് യുവർ ഡിസയർ? നിങ്ങളുടെ ഡിസയർ എന്താണെന്ന് നോക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള ഡിസയേഴ്സ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ചുറ്റുവട്ടം കേൾക്കുന്ന കഥകളാണ്. എത്രയോ ആളുകൾ നല്ല രീതിയിൽ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി അവരത് സ്റ്റാർട്ട് ചെയ്യുന്നു. മറ്റുള്ളവരെ സഹായിക്കണം, എനിക്ക് നല്ല പ്രസംഗനായി തീരണം, എനിക്ക് നല്ല ഫാമിലി കൗൺസിലിംഗ് നൽകണം എന്നൊക്കെ ചിന്തിച്ച് നല്ല രീതിയിൽ തുടങ്ങിയ ആളുകൾ എത്രയോ പേര് ക്രമേണ പല കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം വർദ്ധിച്ചിട്ട് ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോയി അവരൊരു പാപം ചെയ്യുന്നു, അതിനുശേഷം അടുത്ത പാപം ചെയ്യുന്നു, അതിനുശേഷം അടുത്ത പാപം ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ കർത്താവിൽ നിന്ന് മാറി അല്ലെങ്കിൽ മരണം അനുഭവിക്കുന്ന ആളുകളായിട്ട് തീരുന്നു. നമ്മൾ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് വരാതെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അത് ഹല്ലേലൂയ പ്രവൃത്തി പുറത്തേക്ക് കൊണ്ടുവരുന്ന നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ജയത്തിൻ്റെ പ്രവൃത്തി, ഇതിനെയൊക്കെ അതിജീവിക്കുന്ന പ്രവൃത്തി, ഇതെല്ലാം നമ്മളിൽ ഉളവാക്കുന്നതാണ് കർത്താവിലുള്ള വിശ്വാസം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരം കർത്താവ് അങ്ങനെയുള്ള അനുഭവങ്ങളെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.